ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 14-ാം ഞായർ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 6-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളാണ്. യേശുവിൻ്റെ ഗലീലിയിലുള്ള ശുശ്രൂഷയുടെ 2-ാം ഘട്ടത്തിൻ്റെ അവസാന ഭാഗമാണ് ഇത്. യേശുവിനോടും അവിടുത്തെ രക്ഷാകര ശുശ്രൂഷയോടും ജനങ്ങളിലുണ്ടായ വ്യത്യസ്ത പ്രതികരണങ്ങൾ മർക്കോസ് സൂക്ഷ്മമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. യേശു തൻ്റെ പരസ്യജീവിതവുമായി ബന്ധപ്പെട്ട് സ്വദേശമായ നസ്രത്തിൽ നിന്ന് അകന്ന് കഴിയുകയായിരുന്നു. യേശുവിൻ്റെ കാലഘട്ടത്തിൽ നസ്രത്തിൽ 1600-നും 2000-നും ഇടയിൽ ആളുകൾ പാർത്തിരുന്നതായി ചരിത്ര ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവരിൽ കുറെ പേരെങ്കിലും ആശാരിപ്പണിയിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു. യേശുവും ഈ തൊഴിൽ സ്വീകരിച്ചിരുന്നതായി മർക്കോസ് സൂചന നൽകുന്നുണ്ട്. 6-ാം അധ്യായം 3-ാം വാക്യം. മരമോ മറ്റ് ലോഹങ്ങളോ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയായിരുന്നു മരപ്പണിക്കാർ എന്ന് അന്ന് വിളിച്ചിരുന്നത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാതിലുകളുടെയും ജനലുകളുടെയും ചട്ടങ്ങളുടെയും പടികളുടെയും തൊഴിൽ നിർവഹിച്ചിരുന്നവരായിരിക്കണം ഇവരൊക്കെ. യേശുവും ഈ ഗണത്തിൽ പെടുകയാണ്. അന്ന് ഗലീലി സമൃദ്ധിയുള്ളൊരു നാടായിരുന്നു. ആയതിനാൽ യേശുവും കുടുംബക്കാരും കുടികിടപ്പ് കർഷകരോ കൂലിക്കാരോ ആയിരുന്നില്ല എന്ന് വേണം നാം അനുമാനിക്കാൻ. എന്നാൽ മരപ്പണി കുലത്തൊഴിലായി സ്വീകരിച്ചവരായിരുന്നു. അതിനാൽ നിയമ പഠനത്തിലോ, അതായത് തോറായിലോ മറ്റ് പാണ്ഡിത്യ മേഖലയിലോ വ്യാപരിക്കാതിരുന്നതിനാൽ സമൂഹത്തിലെ ഉന്നത ഗണത്തിൽപ്പെട്ട ഒരാളായി മറ്റുള്ളവർ യേശുവിനെ അംഗീകരിക്കാൻ ഇടയില്ല. നിയമം പഠിക്കുവാനും അവയെ വ്യാഖ്യാനിക്കുവാനും വിദ്യാസമ്പന്നരായ കുലീന കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഈ അവസരത്തിൽ മരപ്പണി കുലത്തൊഴിലായി സ്വീകരിക്കേണ്ടയാൾ ആ സ്ഥാനം ഉപേക്ഷിച്ച് ഉന്നതമായൊരു സ്ഥാനം അലങ്കരിക്കത്തക്ക വണ്ണം നിയമം ഗ്രഹിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ അത് അംഗീകരിക്കുവാനുള്ള വൈമനസ്യമാണ് നസ്രത്തിലെ നിവാസികൾ യേശുവിന് നേരെ പ്രകടിപ്പിച്ചത്. യേശു മരപ്പണിക്കാരൻ എന്ന ആരോപണം മാത്രമല്ല, മറ്റ് ആരോപണങ്ങളും യേശുവിനെതിരെ നസ്രത്ത് നിവാസികൾ ഉന്നയിക്കുന്നുണ്ട്. അവയിലൊന്ന്, പുരുഷ മേധാവിത്വം മേൽവിലാസമായി നിലനിർത്തി പോന്നിരുന്ന ഒരു സമൂഹത്തിൽ യേശു മറിയത്തിൻ്റെ മകൻ എന്ന് ആരോപണം യേശുവിൻ്റെ മേൽ അപകീർത്തിയായി മുദ്രണം ചെയ്യപ്പെടുകയാണ്. യേശുവിനെ ഈ ജനം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മറിയത്തിൻ്റെ മകൻ എന്ന് സൂചിപ്പിക്കുന്നതിന് പകരം ജോസഫിന്റെ മകൻ എന്ന് സംബോധന ചെയ്യുമായിരുന്നു. യേശുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള സംശയാസ്പദമായൊരു സൂചന ഈ ചോദ്യത്തിൽ നിഴലിക്കുന്നുണ്ട്. അപ്രകാരം മറിയത്തിൻ്റെ മകൻ എന്നുള്ള ആരോപണത്തോടൊപ്പം യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവർ യേശുവിൻ്റെ സഹോദരങ്ങൾ എന്നതും ആരോപണത്തിൻ്റെ മറുവശമാണ്. ഈ സഹോദരരുടെയും കുലത്തൊഴിൽ മരപ്പണി തന്നെ ആകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അവർക്കാർക്കും ലഭിക്കാത്ത പാണ്ഡിത്യവും വിവേകവും യേശുവിന് എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് സഹോദര ബന്ധം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള അവരുടെ ചോദ്യം. ഇവിടെ സഹോദരർ എന്ന പ്രയോഗം വ്യക്തമായൊരു വ്യാഖ്യാനത്തിന് വിധേയമാകേണ്ടതുണ്ട്.
6:17 അർത്ഥ സഹോദരന്, ഹാഫ് ബ്രദറിന് സഹോദരൻ എന്ന മേൽവിലാസം മർക്കോസ് നൽകുന്നുണ്ട്. ഹെറോദേസും പീലിപ്പോസും അവരുടെ പിതാവായ മഹാനായ ഹെറോദേസിന്റെ 2 ഭാര്യമാരിൽ ഉണ്ടായ മക്കളാണ്. ആയതിനാൽ ഇവിടെ യേശുവിൻ്റെ സഹോദരർ എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ അവർ മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ചവരല്ല എന്നാണ് സാരം. എന്നിരുന്നാലും മർക്കോസ് സുവിശേഷകൻ യേശുവും സഹോദരരുമായുള്ള ബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് വായനക്കാരെ ക്ഷണിക്കുന്നില്ല. മറിച്ച് തൊഴിൽപരമായി മരപ്പണിക്കാരനായ യേശുവിന് ലഭിച്ച അപൂർവമായ അറിവിനെ നസ്രത്തുകാർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് മർക്കോസ് ഇവിടെ വിവക്ഷിക്കുന്നു. തൻ്റെ നേർക്ക് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളോടും അപകീർത്തി പരാമർശങ്ങളോടും യേശു എപ്രകാരം പ്രതികരിക്കുന്നുവെന്ന് മർക്കോസ് തുടർന്ന് രേഖപ്പെടുത്തുകയാണ്. പ്രസിദ്ധമായ ഒരു പഴമൊഴി ഉദ്ധരിച്ച് തൻ്റെ കാര്യത്തിലും അത് അന്വർത്ഥമാകുന്നുവെന്ന് യേശു സ്ഥാപിക്കുകയാണ്. ആദ്യകാല പഴമൊഴി ഇപ്രകാരമായിരുന്നു: ഒരു പ്രവാചകനും സ്വദേശത്ത് ഒഴികെ മറ്റൊരിടത്തും അവഗണിക്കപ്പെടുന്നില്ല. മർക്കോസ് സ്വദേശം എന്നതിനോടൊപ്പം ബന്ധുജനങ്ങളെയും സ്വഭവനത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പഴമൊഴിയെ കുറെ കൂടി വിപുലീകരിക്കുകയാണ്. 6-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ യേശുവിനെ തിരസ്കരിക്കുന്നത് സ്വദേശവാസികളാണ്. ബന്ധുജനം യേശുവിനെ തിരസ്കരിക്കുന്നതായി 3:21 സ്വഭവനം യേശുവിനെ അംഗീകരിക്കുന്നില്ല എന്ന വസ്തുത 3:31 നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അവന്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. അതാണ് 3:31 നാം കാണുന്നത്. അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളെ അയച്ചു. അതും 3-ാം അധ്യായത്തിൽ നാം കാണുന്നതാണ്. നസ്രത്ത് എന്ന പട്ടണവും ബന്ധുജനങ്ങളും സ്വഭവനവും യേശുവിനെ തിരസ്കരിക്കുന്നത് വഴി യേശുവിലുള്ള വിശ്വാസരാഹിത്യത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിന് വിപരീതമായി നിലകൊള്ളുന്നതാണ് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ അനുഭവങ്ങൾ. ഏറെ വിശേഷമായി 5-ാം അധ്യായത്തിലെ 3 അത്ഭുതങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. പ്രിയമുള്ളവരെ, തൻ്റെ മുൻകാല തൊഴിലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയ്ക്കാണ് യേശു ഭവനം വിട്ട് ഇറങ്ങിയത്. പക്ഷേ മാറ്റമില്ലാത്ത സംസ്കാരത്തിൽ ജീവിക്കുന്നവർ തങ്ങളെക്കാൾ ഉയർന്നവരെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. കൂടാതെ അവർ തങ്ങളെക്കാൾ വലിയവരെ വിമർശനാത്മകമായി വീക്ഷിക്കുകയും ചെയ്യുന്നു. ഇത്തരക്കാർ എന്തു ചെയ്താലും, അവർ ഏത് തരത്തിലുള്ള പ്രസക്തി ഉണ്ടായാലും കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ലോകത്തിന് യോജിച്ചവരല്ല. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.